ആർക്കാണ് ഭ്രാന്ത്, കീർക്ക്, വട്ട്, ലൂസ്? അങ്ങനെ ഒരിക്കലെങ്കിലും ഈ ഭൂമിയിൽ കേൾക്കാത്ത, നേരിട്ടും അല്ലാതെയും ഒരു മനുഷ്യനെങ്കിലും ഉണ്ടാകുമോ? ഒരിക്കലും സാധ്യമല്ല. നാം ആരും തന്നെ ഭൂമി ജീവിതത്തിൽ ശരാശരി ഭൗതിക തലത്തിൽ സാമൂഹിക ജീവി എന്ന നിലയിൽ പൂർണ്ണമായിട്ടും നോർമൽ ആകാൻ സാധ്യമേ അല്ല. ഇംപോസിബിളാണ്. എല്ലാ മനുഷ്യർക്കും, സകലർക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ വട്ടുണ്ട്, ഭ്രാന്തുണ്ട്, കിറുക്കുണ്ട്. അങ്ങനെ ഇല്ലാത്തത് ഉണ്ട് എന്നാരെങ്കിലും ഞാൻ വളരെ പെർഫെക്റ്റ് ആണ്, ഞാൻ വളരെ നോർമലാണ് എന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മയാണ്, വിവരക്കേടാണ്. അങ്ങനെ നോർമലായിട്ട് നമ്മളെല്ലാവരും ഒരു അഭിനയം കാഴ്ചവെക്കുകയാണ് സമൂഹത്തിൽ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് തരം സ്ഫോടനങ്ങളും വിസ്ഫോടനങ്ങളും നമ്മുടെ ചിന്തകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ നിങ്ങളോടിപ്പോൾ വർത്തമാനം പറയുന്നു. നിങ്ങൾ കരുതുന്നുണ്ടോ ഞാൻ നിങ്ങളോട് മാത്രമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന്? നോ, നെവർ, ഒരിക്കലുമല്ല. നിങ്ങളോട് ആര് എന്ത് സംസാരിക്കുമ്പോഴും പരിപൂർണമായിട്ടും നിങ്ങളോട് മാത്രം ആ വിഷയം ആണോ സംസാരിക്കുന്നത്? ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, ഞാൻ നിങ്ങളോട് വർത്തമാനം പറയുകയാണ്. നിങ്ങളിപ്പോൾ എൻ്റെ ഈ ഒരു സംഭാഷണം കേൾക്കുന്നു. നിങ്ങൾ കരുതും ഞാൻ ഈ ഒരു സംഭാഷണത്തിൽ മാത്രമാണ്, എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ മസ്തിഷ്കത്തിൽ ഞാൻ ഈ ഒരു ചിന്ത മാത്രമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് എന്ന് കരുതിയാൽ തെറ്റി. ഒരിക്കലുമല്ല. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരിയും വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് വർത്തമാനം പറയുമ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ അത്ഭുതം. വളരെ വിസ്മയമാണ്. സത്യത്തിൽ ഈ ഭൂമിയിലെ സകല മനുഷ്യരും ഭ്രാന്താലയത്തിൽ എത്തപ്പെടേണ്ടവരാണ്. നിങ്ങൾ തന്നെ സ്വയം നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ. നിങ്ങൾ ഇപ്പോൾ എൻ്റെ ഈ സംഭാഷണം കേൾക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം എന്തെല്ലാം തരം ചിന്തകളും താരതമ്യങ്ങളും ഓർമ്മകളും നിഷേധങ്ങളും വിമർശനങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും നിങ്ങൾ സാധാരണമായിട്ട് പെരുമാറുന്നു. അതാണ് വലിയൊരു അത്ഭുതം, വലിയൊരു അതിശയമാണ് മനുഷ്യ മനസ്സിൻ്റെ പ്രവർത്തനം. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഭ്രാന്താലയങ്ങളിൽ അകപ്പെട്ട ഇരകൾ, നിങ്ങൾ എന്തോ ഭയങ്കര നോർമലാണ്, അതുകൊണ്ട് അവരെല്ലാം അബ്നോർമലാണ് എന്നുള്ളൊരു ബോർഡർ ലൈനിലാണ് നമ്മൾ നിൽക്കുന്നത്. വെറും ഒരു നൂൽപ്പാലം
ഒന്ന് ചരിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ. അതുകൊണ്ട് റിലാക്സ് ചെയ്യാം. കാരണം നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, ദുരാഗ്രഹങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, അനിഷ്ടങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആരും തന്നെ ശരിക്കും ഉറങ്ങുന്നില്ല, ഉറങ്ങാൻ സാധ്യമല്ല. ധ്യാന അവസ്ഥയിൽ പരിപൂർണതയിൽ 100% എത്താൻ ശരാശരി മനുഷ്യർക്ക് സാധ്യമല്ല. ഒരുപാട് ഓൺലൈൻ മെഡിറ്റേഷൻ ക്ലാസ്സസ് ആരൊക്കെയോ നടത്തുന്നു. ഈ നടത്തുന്നവർ നോർമലാണോ, അർഹരാണോ, യോഗ്യരാണോ? തുടർന്ന് അവരുടെ ജീവിതം, അവരുടെ വീട്ടിൽ സംഭവിക്കുന്ന എന്താണ്, അവരുടെ പെരുമാറ്റം എന്താണ്, വിലയിരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നന്ദി സ്വയം ഉണ്ടാകാം. നമുക്ക് നോർമലായിട്ട് അഭിനയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൽ. ആ അഭിനയം കൈവിട്ട് പോകുമ്പോഴാണ് ഭ്രാന്താശുപത്രിയിൽ ചിലർ അകപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ ഭൂമിയിലെ സകലരും ഭ്രാന്തരായിരിക്കും. അതുകൊണ്ട് വിശ്രമിക്കുക, നന്ദിപൂർവ്വം. എന്തായാലും നമുക്ക് നല്ല മെഡിറ്റേഷൻസ്, നല്ല റിലാക്സേഷൻസ് ചെയ്യാൻ. ഞാൻ സൈക്കോളജിസ്റ്റാണ്, കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിൽ. നമുക്ക് സ്വന്തമായിട്ടും മുഖത്തലയിൽ NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. 9605743596 എന്ന നമ്പറിൽ വിളിക്കാം. തീർച്ചയായിട്ടും നല്ലൊരു ശതമാനം വരെയും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ നോർമൽസി ആയിട്ട് ബിഹേവ് ചെയ്ത് അഭിനയിച്ച് ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആരെയും നമുക്ക് പഴിചാരാൻ, കുറ്റപ്പെടുത്താൻ, വിമർശിക്കാൻ സത്യത്തിൽ യോഗ്യതയില്ല. കാരണം നമ്മളെല്ലാവരും അബ്നോർമലാണ്. നോർമൽസി ശരാശരി ജീവിതത്തിൽ സാധ്യമല്ല. നമ്മളെല്ലാവരും അഭിനയിക്കുകയാണ്. ഉള്ളിൽ പലതുമുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് അഭിനയിക്കുകയല്ലേ? എൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ് തീവ്രമായിട്ട്, എന്തെല്ലാം സംഗതികൾ എന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയില്ലല്ലോ. നിങ്ങൾ കരുതും, ഓ ഞാൻ വളരെ പെർഫെക്റ്റായിട്ട് നോർമലായിട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്യുക, സംസാരിക്കുക. ഒരിക്കലും അല്ല. നോ 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 ഐ എം നോട്ട് നോർമൽ. ഞാനുള്ള സത്യം പറയുകയാണ്. പക്ഷെ അത് നമ്മൾ അംഗീകരിക്കുകയാണ് ഉത്തമം. നമ്മളെല്ലാവരും അഭിനയിക്കുകയാണ്. അപ്പോൾ അഭിനയിക്കാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ഭാഗ്യം. ദുർഭാഗ്യം ചെയ്തവർ ആ അഭിനയം കൈവിട്ടു പോകുമ്പോൾ നമ്മൾ ഭ്രാന്തന്മാരായിട്ട് ചിത്രീകരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കേമത്തരം കാണിക്കാൻ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കൂ. എന്തായാലും നിങ്ങൾക്ക് വരാം, മെഡിറ്റേഷൻസ് ചെയ്യാം, റിലാക്സേഷൻസ് ചെയ്യാം, സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യാം, ആങ്സൈറ്റി മാറ്റാം, ഉത്കണ്ഠകളൊക്കെ മാറ്റാം. വരിക NP സ്കൂൾ ഓഫ് തോട്ട്സിലേക്ക്, കൊല്ലം മുഖത്തല വരിക. വെൽക്കം.